എവ്രിവൺ. വെറും 4 മിനിറ്റ് കൊണ്ട് 4 മാർക്സ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ ബയോളജി ഭാഗത്ത് നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? യെസ്. ഐഡന്റിഫൈ ദ സെൽ ഓർഗനൽ ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻസ്. ചുവടെ ചിത്രീകരിച്ചിരിക്കുന്ന കോശാംഗം ഏത്, അതിന്റെ ധർമ്മം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാരാണ്? കണ്ടുപരിചയമുണ്ടോ? ആരാണ്? നമ്മുടെ റൈബോസോം ആണല്ലേ. നമ്മുടെ റൈബോസോം എന്ന് പറയുന്ന സെൽ ഓർഗനൽ അഥവാ കോശാംഗമാണ്. റൈബോസോമിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ സിന്തസിസ്. റൈബോസോം എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുക അഥവാ മാംസ്യ നിർമ്മാണം. പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ മാംസ്യ നിർമ്മാണം എന്നുള്ളതാണ് റൈബോസോമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ആൻഡ് റൈറ്റ് ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. എന്താണ്? ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രേ ജയന്റ്, അങ്കോറ, മസ്കവി, വൈറ്റ് ജയന്റ്. ഇതിൽ ആരാണ് ഒറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കുക? ഗ്രേ ജയന്റും അങ്കോറയും അതേപോലെ തന്നെ വൈറ്റ് ജയന്റ് എന്നാണ് റാബിറ്റിന്റെ വെറൈറ്റീസ് ആണ് അല്ലേ. ഇവര് 3 പേരും എന്താണ്? റാബിറ്റിന്റെ വെറൈറ്റീസ് ആണ്, മുയലുകളുടെ വെറൈറ്റീസ് ആണ്. നേരെ മറിച്ച് മസ്കവി എന്ന് പറയുന്നത് ആരാണ്? മസ്കവി എന്ന് പറയുന്നത് ഒരു ഡക്ക് അഥവാ താറാവിന്റെ വെറൈറ്റിയാണ്. ഓക്കെ, ഈ റാബിറ്റിനെ നമ്മളിങ്ങനെ വളർത്തുന്നതിനെ നമ്മൾ എന്താണ് പറയുക? ഒരു പ്രത്യേക പേര് പറയുമല്ലോ. എന്താണ്? ക്യൂണി കൾച്ചർ എന്ന് പറയും. ക്യൂണി കൾച്ചർ, CUNICULTURE. ഓക്കെ, അപ്പോൾ ക്യൂണി കൾച്ചർ ആണ് ആര്? ബാക്കിയുള്ള 3 ആൾക്കാരും ഈ പറയുന്ന മസ്കവി എന്ന് പറയുന്നത് ഡക്കാണ്. അത് നമ്മുടെ പോൾട്രി ഫാമിംഗ് അഥവാ ഈ പറയുന്ന പക്ഷി പരിപാലനത്തിലാണ് പെടുന്നത്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ. ല്യൂക്കോപ്ലാസ്റ്റ് ഫുഡ് സ്റ്റോറേജ്, ക്ലോറോപ്ലാസ്റ്റ് എന്ത്? ശ്വേതകണം ആഹാര സംഭരണമാണെങ്കിൽ ഹരിതകണം എന്താണ് സഹായിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ? ഫോട്ടോസിന്തസിസ് അഥവാ ഈ പറയുന്ന നമ്മുടെ പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ആനിമൽ സെൽ തിയഡോർ ഷ്വാൻ. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ് സെൽ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആനിമൽസിന്റെ ബോഡി സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ജന്തു ശരീരം എന്ന് പറയുന്നത് കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞതായിരുന്നു തിയഡോർ ഷ്വാൻ. അങ്ങനെയാണെങ്കിൽ സസ്യ ശരീരം അഥവാ പ്ലാന്റ് ബോഡി സെൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരാണ് പറഞ്ഞത്? MJ ഷ്ലീഡൻ ആയിരുന്നു. MJ ഷ്ലീഡൻ. ഓക്കെ, യെസ്. അപ്പോൾ ഓർക്കാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഷ്വാൻ ANN എന്ന് പറയുമ്പോൾ ആനിമൽ എന്ന് ആലോചിക്കുക. അപ്പോൾ മറ്റേത് പ്ലാന്റും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Cocos nucifera is the scientific name of coconut. Identify the level of classification indicated by the underlined part. തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ന്യൂസിഫെറ. ഇതിൽ അടിവരയിട്ട ഭാഗം സൂചിപ്പിക്കുന്ന വർഗീകരണ തലത്തിന്റെ പേരെന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൊക്കോസ് ന്യൂസിഫെറ എന്ന് പറയുമ്പോൾ ഇതിൽ കൊക്കോസിന്റെ താഴെയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. കൊക്കോസ് എന്നുള്ളത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഏതൊരു സയന്റിഫിക് നെയിം, ഏതൊരു ശാസ്ത്രീയ നാമം എടുക്കുമ്പോഴും അതിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്ന എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും? അതിന്റെ ജീനസ് ഏത് എന്നുള്ളതായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി നേരെ മറിച്ച് ന്യൂസിഫെറയുടെ താഴെയാണ് ഇങ്ങനെ ഒരു നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കണ്ടത് എന്നുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? അത് ഏത് സ്പീഷീസ് ആണ് എന്നുള്ളതായിരിക്കും. അപ്പോൾ കൊക്കോസ് എന്ന് പറയുന്നത് അതിന്റെ ജീനസും ന്യൂസിഫെറ എന്ന് പറയുന്നത് അതിന്റെ സ്പീഷീസുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഈസി ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കാൻ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.